28 വർഷങ്ങൾക്ക് മുൻപ് RSS നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഡിവൈഎഫ്ഐ നേതാവായിരുന്നയാൾക്ക് ജീവപര്യന്തം. കൊല്ലം പട്ടത്താനം സ്വദേശി സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലാണ് രണ്ടാം പ്രതി കാളി സജീവനെ ശിക്ഷിച്ചത്. ഇരവിപുരം MLA ഈ കേസിൽ പ്രതിയായിരുന്നെങ്കിലും ഹൈക്കോടതി അപ്പീലിലൂടെ ഒഴിവാക്കിയിരുന്നു. രണ്ട് സംഘടനകൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഉടലെടുത്ത കൊലപാതകങ്ങൾ. 1996 ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. അതിന്റെ പ്രതികാരത്തിൽ 1997 സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വിചാരണയുടെ ആദ്യഘട്ടത്തിൽ സജീവ് ഒളിവിൽ പോയി. വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടിയത്. വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷി കൂറുമാറിയെങ്കിലും മുൻമൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുകയായിരുന്നു. വിജയകുമാറാണ് ഈ സംഭവം കണ്ട ഏക സാക്ഷി. അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷനൊപ്പം നിൽക്കുകയും പിന്നീട് പ്രതിക്കനുകൂലമായി ഈ കേസിൽ പ്രതിക്കനുകൂലമായി കൂറുമാറുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിൽ നേരത്തെ നടത്തിയ വിചാരണയുടെ അടിസ്ഥാനത്തിൽ 1 മുതൽ 1, 3, 5, 6 പ്രതികളെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. സജീവ് ജീവപര്യന്തം തടവ് അനുഭവിക്കണം. കൂടാതെ 2 ലക്ഷം രൂപ പിഴയൊടുക്കണം. 1997 നവംബർ 24 കേസിനാസ്പദമായ സംഭവം. സൈക്കിളിൽ വരികയായിരുന്ന സന്തോഷിനെ കാറിടിച്ച് വീഴ്ത്തിയ ശേഷം ആക്രമിക്കുകയായിരുന്നു. കേസിലെ 7 പ്രതികളിൽ 2 പേരെ നേരത്തെ ശിക്ഷിച്ചു. 2 പേരെ വെറുതെ വിട്ടു. വിചാരണയ്ക്കിടെ 2 പേർ മരിച്ചു. ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം നിലവിലെ ഇരവിപുരം MLA M. നൌഷാദിനെ പ്രതി ചേർത്തെങ്കിലും ഹൈക്കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജ് S. സുഭാഷാണ് ശിക്ഷ വിധിച്ചത്.